രാജു പി നായർ, ഇവിടെ ഈ ഞുണുക്ക് സാങ്കേതിക വിദ്യ പറയാൻ അറിയാത്തവരല്ല ഇ ഡിയും ഐ ടിയും ഒന്നും. അതിൻ്റെ രക്തസാക്ഷികൾ നിങ്ങളാണ്. എന്താണ് സീതാറാം കേസിയുടെ കാലത്ത് ഏതോ കാലത്തുണ്ടായ ക്രമക്കേടടക്കം നിങ്ങൾ കടിച്ചു തന്ന കോടികളുടെ സഹസ്ര കോടികളുടെ എണ്ണം പല മടങ്ങാണ്. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും ട്രെയിൻ ടിക്കറ്റ് പോലും എടുക്കാനില്ലാത്തവരാണ്. അപ്പോൾ നിങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന KYC എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രധാന മത്സരം നടക്കുന്ന മണ്ഡലത്തിലെ ഒരു പ്രധാന പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കലിനെ എതിർക്കാനല്ലേ നിങ്ങൾക്കും പറ്റൂ രാജു? അതല്ലാതെ കരുവന്നൂർ എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? അല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ED യെയും IT യെയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ മുഴുവൻ BJP അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കരുവന്നൂർ ഒരു കേസുണ്ട്. ആ കരുവന്നൂരിലെ കേസിലെ മെറിറ്റ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ മെറിറ്റ് കണ്ടുപിടിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് തന്നെയാണ്. സഹകരണ വകുപ്പാണ് ആ മെറിറ്റ് കണ്ടുപിടിച്ചത്. 100 കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് CPM കൂടി അംഗീകരിച്ചാണ്. അപ്പൊ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നൊരു കേസ് ED അന്വേഷണം ഏറ്റെടുത്ത് അത് അന്വേഷണം കൃത്യമായിട്ട് നടത്തി മുന്നോട്ട് പോവേണ്ട ED അത് തട്ടിപ്പ് കണ്ടുപിടിക്കുകയോ അതിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ അല്ല, മറിച്ച് അത് CPMനെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഈ അന്വേഷണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പൊ AC മൊയ്തീനെ ചോദ്യം ചെയ്തു. AC മൊയ്തീനെ ചോദ്യം ചെയ്തതിനു ശേഷം ആ അന്വേഷണം അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ MK കണ്ണനെ ചോദ്യം ചെയ്തു. അരവിന്ദാക്ഷൻ ഇതിനകത്തുള്ള എല്ലാ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എവിടെ എത്തി ആ അന്വേഷണം? ED ഈ അന്വേഷണം കൃത്യമായി നടത്തി, അന്വേഷണത്തെ സമയബന്ധിതമായി നടത്തി. AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുകയോ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയോ ചെയ്തതെങ്കിൽ ഇന്ന് ഉയർത്തുന്ന ചോദ്യം ഉയർത്തേണ്ടി വരുമോ? ഇല്ല. പകരം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ഈ കരവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ED വ്യക്തമായിട്ട് ഇൻകം ടാക്സ് പറയുന്നില്ല. ഇവിടെ ഏറ്റവും പ്രശ്നം ഇതാണ്. എന്തിനാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം IT ഡിപ്പാർട്ട്മെന്റ് പറയണം. ആ IT ഡിപ്പാർട്ട്മെന്റ് അത് പറയുന്നില്ല. ഇവിടെ ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നിയമപരമായിട്ടുള്ളതാണ്, നമുക്കറിയാം. ഇനി എവിടെയെങ്കിലും റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരമാവധി ഈടാക്കാവുന്ന പിഴ 10,000 രൂപയാണ്. ആ സമയത്താണ് കോൺഗ്രസിന്റെ 210 കോടി രൂപയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്യുന്നത്. ഈ IT ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ തൃശ്ശൂരിലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത് കരുവന്നൂരിൽ നിന്ന് പണം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ നിഗമനത്തിലാണോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കൃത്യമായിട്ട് പറയാനോ അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ BJP ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം ശ്രമിക്കുന്നില്ല. അല്ല സി രാജു പി നായർ, ഞാൻ പിന്നെ ആവർത്തിക്കുന്നു, ഇപ്പൊ ഇനി ആ പണത്തിന്റെ മണി ട്രെയിലാണ് ബാക്കിയെങ്കിൽ EDക്ക് അത് പിടിച്ചെടുക്കാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല, അനുവാദം ആവശ്യമില്ല, പിടിച്ചെടുക്കാം. അത് ED ചെയ്യുന്നതിൽ ഒന്ന്. രണ്ടാമത് കഴിഞ്ഞ ആഴ്ചയാണ് അലി സാബ്രി എന്ന് പറയുന്ന ഹർജിക്കാരന്റെ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചു EDയോട് നിങ്ങൾ എന്തെടുക്കാണ് എന്ന് EDയോട് കോടതി ചോദിച്ചതാണ്. അപ്പൊ ആദ്യഘട്ട കുറ്റത്തെ സംബന്ധിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പാമ്പിഴയുന്നത് പോലെ അന്വേഷണം ഇഴയിലാണ് അവിടെ. രാജു പി നായർ, ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് അവിടുത്തെ നിക്ഷേപകരുടെയും അവിടെ ആത്മഹത്യ ചെയ്തവരുടെയും എല്ലാം പറഞ്ഞല്ലോ. അത് വൈകാരികം തന്നെയാണ്. അതിലത്തെ ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള കാരണങ്ങളാണ്. പക്ഷെ ഈ കേന്ദ്ര സർക്കാരിനോ അന്വേഷണ ഏജൻസിക്കോ ആ പറയുന്ന അതിന്റെ മെറിറ്റിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് അന്വേഷണം പൂർത്തിയാക്കുകയും അല്ലെങ്കിൽ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയും അതിനാവശ്യമായ നടപടികളുമല്ല എടുക്കേണ്ടത്. ആ നടപടികൾ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് AC മൊയ്തീനിലെ അന്വേഷണം അവിടെ നിലച്ചു? സന്ദീപ് വാര്യർ പറയണം. AC മൊയ്തീനെ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് എന്തുകൊണ്ട് അത് തുടർ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ നടപടിയോ ഉണ്ടായില്ല? MK കണ്ണൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അരവിന്ദാക്ഷൻ പറഞ്ഞിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ലിങ്ക് പുറത്തു വന്നല്ലോ, മൊഴികൾ ഉൾപ്പെടെ പുറത്തു വന്നല്ലോ. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അരവിന്ദാക്ഷനും അല്ലെങ്കിൽ MK കണ്ണനും MC മൊയ്തീനും ഉൾപ്പെടുന്ന ഒരു കൂട്ട് തട്ടിപ്പ് സംഘമാണ് ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ പോലെ തന്നെ തലകീഴിൽ മറിച്ച ഏറ്റവും ഒരു മനുഷ്യത്വമില്ലാത്ത കൊള്ള നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വ്യക്തമായിട്ടുണ്ട്. CPMന് അതിനകത്ത് 100% ഒഴിയാൻ കഴിയാത്ത പങ്കുണ്ട്, വ്യക്തമായിട്ടുണ്ട്. തൃശ്ശൂരിലെ നേതൃത്വം അറിഞ്ഞുകൊണ്ട്, കേരളത്തിലെ CPMന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന പകൽ കൊള്ളയാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഈ പകൽ കൊള്ളയാ? ഇല്ല, ഇത് രണ്ട് വഴിക്ക് പോവാണ് സർ. ED അന്വേഷണം അവിടെ നടക്കുന്നു. ഇപ്പൊ എന്താണ് കൂടുതൽ നേതാക്കൾ നോട്ടീസ് അയക്കുന്നു, വിളിച്ചു വരുന്നു, ചോദ്യം ചെയ്യുന്നു. അത് ആ വഴിക്ക് നടക്കാണ്. ഈ IT വകുപ്പിന്റെ ഈ മരവിപ്പിക്കൽ നടപടി പറയുന്നത് KYC ആണ് പറയുന്നത്, KYC സാങ്കേതികതയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം രാഷ്ട്രീയ വേട്ട അല്ല എന്ന് എങ്ങനെ പറയും രാജു? ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഹാഷ്മി, അത് തന്നെ
ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അന്വേഷണ ഏജൻസികളും BJP-യും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്കല്ല ഇവരുടെ താല്പര്യം, അഴിമതി കണ്ടെത്തലല്ല ഇവരുടെ താല്പര്യം. പകരം പാർട്ടികളെയും സമ്മർദ്ദത്തിലാക്കുകയും അപ്പുറത്തും ഇപ്പുറത്തും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്ന് അറിയാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട CPM-നെ ഇത്തരത്തിലുള്ള കേസുകൾ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വോട്ട് കച്ചവടം നടത്താൻ കഴിയുമോ എന്ന് ED കൊണ്ട് BJP ശ്രമിക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണിത്. അതല്ലെങ്കിൽ കേന്ദ്രത്തിന് ഇവിടെ കോൺഗ്രസിനെതിരെ ചെയ്തതെന്താ? കോൺഗ്രസിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കളഞ്ഞു. മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകൾ. CPM-ന്റെ ബാങ്ക് അക്കൗണ്ടുകളൊന്നും മരവിപ്പിച്ചില്ലല്ലോ. തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മാത്രം മരവിപ്പിക്കുന്നത്? അല്ല, അവിടെയും 15 കോടി CPM-ന് അടിച്ചു കൊടുത്തു. പാവം CPI-ക്ക് 11 കോടി അടിച്ചു കൊടുത്തു. TMC-ക്ക് അടിച്ചു. TMC-ക്ക് 7 മണിക്കൂറിൽ 11 നോട്ടീസ്. 7 മണിക്കൂറിൽ കിട്ടിയത് 11 നോട്ടീസ് TMC-ക്ക്. അതെ 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 ഹാഷ്മി, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ അക്കൗണ്ട് മാത്രം മരവിപ്പിക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് BJP-യുടെ ഉല്ലംഘിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തൃശ്ശൂരിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ CPM-നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ED ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയമാണെന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്തത്? അല്ലെങ്കിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടക്കണം. ഇവിടെ മാത്രമല്ലല്ലോ, കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം ആരോപണങ്ങൾ നിലനിന്നവർ BJP-യിലേക്ക് പോയല്ലോ. സന്ദീപ് വളരെ വൈകാരികമായിട്ട് അഴിമതിക്കെതിരെ പറയുന്നുണ്ടല്ലോ. സന്ദീപ് 2016 ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കേസെടുത്തതാ. അത് 2016 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം BJP-യിലേക്ക് വന്നു. അതിനുശേഷം ഒരു നടപടി ഉണ്ടായത് സന്ദീപ് വാര്യർക്കൊന്ന് പറയാൻ സാധിക്കുമോ? ഒരൊറ്റ നടപടി. അജിത് പവാറിനെതിരെയുള്ള കേസ് എന്തായി? ശരി, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരു ഹിമന്തയും അജിത്തും ഒന്നുമല്ല, 25 പ്രധാനപ്പെട്ട നേതാക്കൾ, രാജു പി നായർ, 25 പ്രധാനപ്പെട്ട നേതാക്കൾ വിവിധ പാർട്ടികളിൽ ED-യുടെ CBI-യുടെ അന്വേഷണം നേടുന്ന നേതാക്കൾ BJP-യിലേക്ക് വന്ന് പരിശുദ്ധ അന്വേഷണം സ്വാഹായ കണക്കൊക്കെ എക്സ്പ്രസ് പത്രത്തിലൊക്കെ വരുന്നുണ്ട്. ഞാൻ അയച്ചു തരാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. നമ്മുടെ വിഷയം ഞാൻ അങ്ങനെയൊക്കെ എത്താം രാജു.